വിഷു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് വിഷുക്കണിയും വിഷു കൈനീട്ടവും വിഷു സദ്യയും വിഷുക്കളിയും വിഷുഫലവും ഒക്കെയാണ്. ഇതിൽ വിഷുക്കണിയാണ് ഏറ്റവും പ്രധാനം. ഇവിടെയാണ് നമ്മൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യവും. ഈ കണി ഒരുക്കുന്നതും കണി കാണുന്നതുമായ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റു വരുത്തിയാൽ സർവ്വദോഷമാണ് ഫലം. ഈ വിഷുക്കണിയെ ആശ്രയിച്ചാണ് ഇനി മുൻപോട്ടുള്ള ഒരു വർഷത്തെ ഫലം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വിഷുക്കണിക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്. ഈ വിഷുക്കണി ഒരുക്കുന്നതിന് ഒരു പ്രത്യേക സമയമുണ്ടോ? സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കണി ഒരുക്കലിലുള്ളത്? ഇതെല്ലാം വിശദമായി പറയുന്ന ഒരു വീഡിയോ ആണിത്. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കണി ഒരുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റു വരുത്തിയാൽ അനർത്ഥം, അതായത് സർവ്വദോഷമാകും ഫലം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തലേ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അതായത് ഏപ്രിൽ 13 ഞായറാഴ്ച അന്നേ ദിവസം വീടും പരിസരവും ഏറ്റവും ശുചിയായി ഇടുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മത്സ്യമാംസാദികൾ അന്നേ ദിവസം ഒരിക്കലും നമ്മൾ വീടുകളിൽ എടുക്കാൻ പാടില്ല. തലേ ദിവസം തന്നെ നിലവിളക്ക്, ഓട്ടുരുളി, ഭഗവാന്റെ വിഗ്രഹം തുടങ്ങി കണിക്ക് ഉപയോഗിക്കേണ്ട എല്ലാ വസ്തുക്കളും വൃത്തിയാക്കി വെക്കുക. ഇനി ചിലർ വിഷു ദിവസം വെളുപ്പിനെ കണി ഒരുക്കാം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടാവും. ഒരിക്കലും അത് പാടില്ല. വിഷു ദിവസം വെളുപ്പിനെ അല്ല കണി ഒരുക്കേണ്ടത്. തലേ ദിവസം, അതായത് ഏപ്രിൽ 13 ഞായറാഴ്ച രാത്രി 12 മണിക്ക് മുൻപായിട്ട് എന്തായാലും കണി ഒരുക്കിയിരിക്കണം. അതാണ് ചിട്ട എന്ന് പറയുന്നത്. അന്നേ ദിവസം രാത്രി അത്താഴമൊക്കെ നേരത്തെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ചിലർ ഒരിക്കലെടുക്കും ഈ തലേ ദിവസം. അങ്ങനെയുള്ളവർക്ക് രാത്രിയിൽ പഴമോ മറ്റോ കഴിക്കാം. വയ്യാത്ത അമ്മമാർ അതിരാവിലെ കണിവിളക്ക് കൊളുത്തേണ്ട അമ്മമാര് ആരോഗ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒരിക്കലെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ രാത്രിയിൽ വെജിറ്റേറിയൻ ആഹാരം എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. അന്നേ ദിവസം രാത്രി തന്നെ എല്ലാവരും നേരത്തെ അത്താഴം കഴിക്കാൻ ശ്രദ്ധിക്കുക. പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി അടുക്കള പൂർണ്ണമായും ശുചിയാക്കണം. രാത്രി വളരെ നേരത്തെ തന്നെ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന അമ്മ, അതായത് കണി ഒരുക്കുന്നത് ആരാണോ ആ ആള് വീട്ടിലെ മുതിർന്ന സ്ത്രീ കണി ഒരുക്കണം എന്നാണ് ചിട്ട. ഇനി അമ്മമാർക്ക് അതിരാവിലെ എഴുന്നേൽക്കാനും കണി ഒരുക്കാനും ഒക്കെ ആരോഗ്യം അനുവദിക്കുന്നില്ലെങ്കിൽ ആരാണോ കണി ഒരുക്കുന്നത് അവര് പിന്നീട് അടുക്കളയിലേക്ക് കയറാൻ പാടില്ല. ഇതാണ് സ്ത്രീകള് കണി ഒരുക്കുന്നതിന് തൊട്ടു മുൻപ് തലേ ദിവസം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് അത്താഴം കഴിഞ്ഞ് അടുക്കള പൂർണ്ണമായും വൃത്തിയാക്കിയതിന് ശേഷം രാത്രി വെള്ളം കുടിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ നേരത്തെ തന്നെ വെള്ളം എടുത്ത് മുറിയിൽ കൊണ്ടുവയ്ക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം പോയി കുളിച്ച്, ദേഹം മാത്രം കുളിച്ചാൽ മതിയെന്ന് വിചാരിക്കേണ്ട. ഇനി പാതിരാത്രിയല്ലേ, ദേഹം മാത്രം കുളിച്ചാൽ മതിയെന്ന് വിചാരിക്കേണ്ട. നെറുകയിൽ വെള്ളമൊഴിച്ച്, അതായത് തലയിൽ വെള്ളമൊഴിച്ച് നമ്മൾ മുങ്ങിക്കുളിക്കുന്ന അതേ ശുദ്ധിയോടെ കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് ഭക്തിപൂർണമായ മനസ്സോടെ പ്രാർത്ഥനകളോടെ കണിയൊരുക്കാൻ തുടങ്ങാം. ഇനി നമ്മൾ കണിയൊരുക്കുന്ന സ്ഥലം പൂജാമുറി ആവാം, അല്ലെങ്കിൽ ഹാളിലെ ഒരു ഭാഗത്താവാം, നേരത്തെ തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടിരിക്കുന്നതാവാം. എങ്കിലും കണി ഒരുക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് മഞ്ഞൾ കലർത്തിയ വെള്ളം അല്ലെങ്കിൽ പനിനീരോ തളിച്ച് ശുദ്ധിയാക്കണം. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും വെറും തറയിൽ കണി ഒരുക്കരുത്. ഒരു പായ വിരിച്ചിട്ട് അതിന് മുകളിൽ ശുദ്ധിയുള്ള ഒരു മുണ്ട് വിരിച്ചിട്ട് നമുക്ക് കണി ഒരുക്കാവുന്നതാണ്. ആദ്യമേ നമ്മൾ ഭഗവാന്റെ, അതായത് ശ്രീകൃഷ്ണ വിഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരു പീഠത്തിൽ ഒരു മഞ്ഞ പട്ടൊക്കെ വിരിച്ചിട്ട് അതിന് മുകളിൽ ഭഗവാന്റെ വിഗ്രഹം വെക്കാം. ഇനി വിഗ്രഹമില്ലാത്തവർ കൃഷ്ണന്റെ ഒരു ഫോട്ടോ വെച്ചാലും മതിയാകും. അതിന് മുൻപിലായിട്ട് നമ്മൾ ആ ഓട്ടുരുളി വെക്കുക. ഓട്ടുരുളി ഉള്ളവർ ഓട്ടുരുളി വെക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഏത് ട്രേ ആണോ, ഒരു കുറച്ച് വലുപ്പമുള്ള ഒരു ട്രേ, ഒരു പാത്രമോ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെക്കുക. അതിന്റെ ഒരു 1/4 ഭാഗത്തോളം ഉണക്കലരി നിറയ്ക്കുക. അതിനു മുകളിൽ നല്ല മഞ്ഞ നിറമുള്ള, നല്ല സ്വർണ്ണ നിറമുള്ള കണിവെള്ളരി. ഈ കണിവെള്ളരി എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ മുഖമാണെന്നാണ് സങ്കല്പം. അതാദ്യം വെക്കുക. പിന്നീട് ചക്ക, മാങ്ങ, മാമ്പഴം, കദളിപ്പഴം, പിന്നെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഫലവർഗ്ഗങ്ങളുണ്ടോ അതൊക്കെ, പച്ചക്കറികൾ, നാളികേരം, വാൽക്കണ്ണാടി, കോടിമുണ്ട്, വെറ്റില, അടയ്ക്ക, സ്വർണം, നാണയങ്ങൾ, ഗ്രന്ഥം, കൺമഷി, കുങ്കുമച്ചെപ്പ് ഇവയെല്ലാം വെക്കാവുന്നതാണ്. അഷ്ടമംഗല്യം ഉണ്ടെങ്കിൽ അതും വെക്കാം. ഇനി ഉരുളിയിലല്ലേ നമ്മൾ എടുത്തിരിക്കുന്ന ആ പാത്രത്തിൽ ഇതെല്ലാം കൊള്ളുന്നില്ലെങ്കിൽ നമ്മൾക്ക് വേറൊരു പാത്രം, ഒരു ട്രേയോ വെച്ചിട്ട് അതിലും ബാക്കി കാര്യങ്ങളൊക്കെ വെക്കാവുന്നതാണ്. ഇനി നെല്ല് എല്ലാവരുടെയും വീട്ടിൽ കാണണമെന്നില്ല. ഉള്ളവർ ഒരു ചെറിയ പറയിൽ, അതായത് ഒരു ഗ്ലാസിൻ്റെ ഒക്കെ വലുപ്പത്തിലുള്ള ചെറിയ പറ കാണുമല്ലോ, അതിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലിട്ട് ഈ കണി ഒരുക്കിയ സാധനങ്ങളുടെ അരികിലായിട്ട് വെക്കാവുന്നതാണ്. ഇതെല്ലാം ശ്രീകൃഷ്ണ വിഗ്രഹത്തിന്റെ തൊട്ട് മുൻപിലായിട്ട് ഉരുളി വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ഒരുക്കി വെക്കേണ്ടത്. ഭഗവാന്റെ വിഗ്രഹത്തിന്റെ തൊട്ട് വലതുവശത്ത് കുറച്ച് നീങ്ങി നമ്മൾക്ക് നിലവിളക്ക് വെക്കാം. നിലവിളക്കിൽ നമ്മൾ 5 തിരിയിട്ട് കത്തിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ ഇടുന്നത് പോലെ 2 തിരിയല്ല, വിഷു അല്ലേ, അപ്പം 5 തിരിയിട്ട് വിളക്ക്, അത്
നെയ്വിളക്കാണെങ്കിൽ ഏറ്റവും ഐശ്വര്യമാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൃഷ്ണ വിഗ്രഹത്തിൽ ഒരിക്കലും നിഴൽ പതിക്കാത്ത രീതിയിലായിരിക്കണം നിലവിളക്കിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അതായത് അതിരാവിലെ നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ ആ ദീപപ്രഭയിൽ മറ്റൊരു വസ്തുവിന്റെയും നിഴൽ ഭഗവാന്റെ മുഖത്ത് വീഴാൻ പാടില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ വന്നാൽ വളരെ ദോഷമാണ് ഫലം. ഇത് കണിയൊരുക്കുന്ന സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നിലവിളക്കിന്റെ വലതു ഭാഗത്തായി ഒരു കിണ്ടിയിൽ ജലം വെക്കാവുന്നതാണ്. അതിലൊരു വെളുത്ത പുഷ്പമുണ്ടെങ്കിൽ അതിടാം. തൊട്ടടുത്ത് തന്നെ നമുക്ക് രാവിലെ നിലവിളക്ക് കൊളുത്താനുള്ള തീപ്പെട്ടിയും ചന്ദനത്തിരിയും എല്ലാം എടുത്ത് വെക്കാവുന്നതാണ്. അങ്ങനെ കണി നമ്മൾ ഒരുക്കി വെച്ചതെല്ലാം ഒന്നും കൂടി നോക്കി ഉറപ്പാക്കുക എല്ലാ കാര്യങ്ങളും വെച്ചുവെന്ന്. നാളികേരം മുഴുവനായി ചിലർ വെക്കാറുണ്ട്, എങ്കിലും പൊട്ടിച്ച് 2 മുറിയായി വെക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യം. അതിൽ നാണയങ്ങൾ ഇട്ട് വെക്കാവുന്നതാണ് ഈ നാളികേരത്തിനുള്ളിൽ. ചിലർ നാളികേര മുറിയിൽ എണ്ണ നിറച്ച് തിരിയിട്ട് കത്തിക്കുന്ന പതിവുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പിറ്റേ ദിവസം രാവിലെ. അങ്ങനെ വിഷുക്കണി പൂർണ്ണമായും ഒരുക്കി വെച്ച് കഴിഞ്ഞു. നമ്മൾ രാത്രി നന്നേ ഇരുട്ടിയിട്ടുണ്ടാകും. ഇതിനുശേഷം നേരെ മുറിയിൽ പോയി കിടക്കുക. ഒരിക്കലും വീണ്ടും അടുക്കളയിൽ പോയി ബാക്കി പാത്രം കഴുകാനോ ആഹാര സാധനങ്ങൾ ഫ്രിഡ്ജിൽ എടുത്തു വെക്കാനോ ഒന്നും പോകരുത്. അങ്ങനെ എന്തെങ്കിലും ബാക്കി ജോലി ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ മറ്റാരെങ്കിലും പറഞ്ഞ് ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് രാത്രിയിൽ വെള്ളം കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ നേരത്തെ തന്നെ എടുത്തു വെക്കാൻ പറഞ്ഞത്. കഴിവതും കണി ഒരുക്കി കഴിഞ്ഞ് അടുക്കളയിൽ കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക. നേരെ മുറിയിൽ പോയി കിടക്കുക. കിടന്നു കഴിഞ്ഞാൽ രാവിലെ കണിവിളക്ക് തെളിയിക്കാൻ വേണ്ടി മാത്രം എഴുന്നേറ്റ് വന്നാൽ മതിയാകും. അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ്. ഇപ്പോൾ ശ്രദ്ധിക്കണം, ഏപ്രിൽ 14 തിങ്കളാഴ്ച ബ്രാഹ്മമുഹൂർത്തം വരുന്ന സമയമെന്ന് പറയുന്നത് 4:42 5:30 ഇടയായിട്ടാണ്. അതുകൊണ്ട് ആ ഒരു സമയത്ത് അമ്മമാർ എഴുന്നേറ്റാൽ മതിയാവും. നേരെ കണി ഒരുക്കിയ സ്ഥലത്തെത്തി കിണ്ടിയിൽ നിന്ന് ജലം 2 കണ്ണിലും വെക്കുക. ദേഹത്തേക്കൊന്ന് കുറച്ച് വെള്ളം തളിക്കാം നമുക്ക്. അത്രയും മതി. രാത്രിയിൽ കുളിച്ച നിങ്ങൾ ശുദ്ധിയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. വേറെ അശുദ്ധി ഒന്നുമില്ല. ഇനി പോയി ഒന്നുകൂടെ കുളിച്ചേക്കാം, അല്ലെ ബാത്റൂമിൽ പോയി മുഖം കഴുകാം എന്നൊന്നും വിചാരിക്കേണ്ട അമ്മമാര്. നിങ്ങൾക്കും കണി കാണണം, അല്ലാതെ വീട്ടിലുള്ള ബാക്കിയുള്ളവരെ മാത്രം കണി കാണിച്ചാൽ പോരാ. അതുകൊണ്ട് നേരെ അങ്ങ് പൂജാമുറിയിലേക്കോ എവിടെയാണോ കണി ഒരുക്കുന്നത് ആ സ്ഥലത്തേക്കോ എഴുന്നേറ്റ പടി പോവുക. ഇനി നിലവിളക്ക് കൊളുത്തി ഭഗവാനെ കാണാം. കണിയിലെ ഓരോ വസ്തുക്കളും ആ ദീപപ്രഭയിൽ മനസ്സ് നിറച്ച് കാണുക. ഭഗവാനെ സങ്കല്പിച്ച് ഭഗവാനോട് ഈ ഒരു വർഷം എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞതാവാൻ പ്രാർത്ഥിക്കാം. ദുഃഖങ്ങളെല്ലാം മാറാൻ, ദുരിതങ്ങളെല്ലാം മാറാൻ, തടസ്സങ്ങളെല്ലാം നീങ്ങാൻ എല്ലാം മനസ്സൊരുക്കി അമ്മ പ്രാർത്ഥിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു 48 മിനിറ്റാണ് ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ഈ സമയത്തിനുള്ളിൽ, അതായത് രാവിലെ 5:30 വീട്ടിലുള്ള എല്ലാവരെയും ഓരോരുത്തരെയായി വിളിച്ചുണർത്തി കണ്ണുകൾ പൊത്തി കണി കൊണ്ട് കാണിക്കാം. വിഷു കൈനീട്ടം കയ്യിൽ കൊടുക്കാം. ഈ വർഷം സമ്പൽ സമൃദ്ധമാവാൻ മക്കളെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കാം. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഭഗവാന്റെ മുഖവും കണിയിലെ ഓരോ വസ്തുക്കളും കണ്ണിറയെ കണ്ട് വാൽക്കണ്ണാടിയിൽ സ്വന്തം മുഖവും നോക്കാൻ പറഞ്ഞു കൊടുക്കാം. അവരോട് അനുഗ്രഹം മേടിക്കാൻ പറയാം. അങ്ങനെ അവരെ അനുഗ്രഹിച്ച് കൈ നിറയെ വെള്ളി നാണയങ്ങൾ കൊടുക്കാം. ഇനി നോട്ടായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ കൂടെ നാണയത്തൊട്ടുകളും വെക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ കുട്ടികളുടെ അടുത്ത് സരസ്വതി ദേവിയെ സങ്കല്പിച്ചാണ് നമ്മൾ കണിയിൽ ഗ്രന്ഥം വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുക. ഏത് പുണ്യ ഗ്രന്ഥമാണോ നമ്മളുടെ കയ്യിലുള്ളത്, ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത, ദേവി മഹാത്മ്യം എന്തുമാകാം, അത് നമ്മൾക്ക് കണി ഒരുക്കുമ്പോൾ വെക്കാവുന്നതാണ്. അതിൽ തൊഴുത് പ്രാർത്ഥിക്കാൻ കുഞ്ഞുങ്ങളോട് പറയാം. അങ്ങനെ കുട്ടികൾക്ക് കൈ നിറയെ നാണയങ്ങളൊക്കെ കൊടുത്ത് അവരെ സന്തോഷത്തോടെ അനുഗ്രഹിക്കാം. ഇതിനുശേഷം അമ്മയ്ക്ക് നേരെ രാമായണം എടുക്കാം. രാമായണത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം തുറക്കുക. നേരെ വരുന്ന പേജ് ഒന്നമ്മ വായിക്കുക. വരും വർഷത്തിന്റെ എന്തെങ്കിലും സൂചനകൾ ഉറപ്പായും അതിൽ കാണും. അങ്ങനെ സമ്പൽ സമൃദ്ധമായ വിഷു അതിന്റെ എല്ലാ ഐശ്വര്യത്തോടും കൂടി സന്തോഷത്തോടും കൂടി ആഘോഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.